إنه لا يحب المسرفين. اللهم ألهمني رشدي وأعذني من شر نفسي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സ്പർശിക്കുന്ന, എല്ലാ മേഖലയിലും കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള സമഗ്രമായൊരു മതമാണ്. ഇബാദത്തുകളും പെരുമാറ്റങ്ങളും മറ്റുള്ളവരോടുള്ള കടമകളും അതിനൊക്കെ അപ്പുറം മനുഷ്യജീവിതത്തിൽ മനുഷ്യൻ ഗൗനിക്കേണ്ട ചില മര്യാദകളുമൊക്കെ ദീനുൽ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ്. അത്തരത്തിൽ പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും വളരെ ഗൗരവത്തോടെ ഉണർത്തിയിട്ടുള്ള, സത്യവിശ്വാസികളെ തടഞ്ഞിട്ടുള്ള ഒരു മോശമായ സ്വഭാവമാണ് ഇസ്രാഫ്, അമിതവ്യയം അല്ലെങ്കിൽ ധൂർത്ത് എന്നൊക്കെ പറയുന്നത്. അള്ളാഹു നൽകിയിട്ടുള്ള ഏത് അനുഗ്രഹത്തെയും അത് അനാവശ്യമായി ചെലവഴിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യത്തിലധികം ചെലവഴിക്കുന്നതിനെ പരിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും ഭാഷയിൽ ഇസ്രാഫ് എന്ന് പറയും. അത് അള്ളാഹു നൽകിയ ഏത് അനുഗ്രഹമാണെങ്കിലും, പണം മാത്രമല്ല, മനുഷ്യന്റെ മറ്റ് ആവശ്യ വസ്തുക്കളാണെങ്കിലും, വെള്ളമാണെങ്കിലും, ഭക്ഷണമാണെങ്കിലും, ഇനി ഇതല്ലാതെ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ ഉപയോഗിക്കേണ്ടി വരുന്ന മറ്റെന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ആവശ്യത്തിലധികം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അനാവശ്യമായി ചെലവഴിക്കുമ്പോൾ അത് ഇസ്രാഫിന്റെ ഗണത്തിൽപ്പെടുന്നു. അത് മനുഷ്യൻ ചെയ്യുന്ന വലിയൊരു തെറ്റ്, വലിയൊരു ഹറാമായിട്ടാണ് പരിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്. ഏത് കാര്യം ചെയ്യുമ്പോഴും, അള്ളാഹുവിൻ്റെ ഏതൊരു അനുഗ്രഹം നാം ഉപയോഗിക്കുമ്പോഴും അത് മിതമായ രീതിയിൽ ഉപയോഗിക്കുക. എന്ത് ചിലവഴിച്ചാലും അത് മിതമായ വിധത്തിൽ ചിലവഴിക്കുക എന്നതാണ് പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളുടെ ഗുണമായിട്ട് പരാമർശിച്ചത്. വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു. സത്യവിശ്വാസികളുടെ പ്രത്യേക ഗുണമാണ് അവർ ചിലവഴിക്കുമ്പോൾ, ചിലവുകൾ ചെയ്യുമ്പോൾ പിശുക്ക് കാണിക്കുകയുമില്ല, എന്നാൽ ഇസ്രാഫിലേക്ക് കടക്കുകയുമില്ല. അമിതമായി ചിലവഴിക്കുകയുമില്ല, എന്നാൽ ആവശ്യത്തിന് പോലും ചിലവഴിക്കാതെ പിശുക്ക് കാണിക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമ. ഇത് രണ്ടുമല്ലാത്ത മിതമായ ശൈലിയായിരിക്കും സത്യവിശ്വാസികൾ സ്വീകരിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ പറയുന്ന സ്ഥലത്ത് പരാമർശിക്കുന്നുണ്ട്. വുളു ചെയ്യുമ്പോൾ പോലും അമിതമായി വെള്ളം ചിലവഴിക്കുന്നതിനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം തടഞ്ഞിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു വുളു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുകൂടി കടന്നുപോയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഹാദ സറഫ്, സഅദ് ഇതെന്തൊരു ഇസ്രാഫാണ്. അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. കാരണം വെള്ളം ചിലവഴിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും നല്ല മാർഗമാണ് അത് വുളുവിന് വേണ്ടി ചിലവഴിക്കുക എന്നുള്ളത്. വെള്ളം കൊണ്ട് മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഇബാദത്ത് വുളു ആണ്. ആ ഇബാദത്തിന് വേണ്ടി വെള്ളം ചിലവഴിക്കുമ്പോൾ അവിടെ പിന്നെന്തിനാണ് വെള്ളം ഉപയോഗിക്കുന്നതിൽ സൂക്ഷ്മത നോക്കേണ്ടത് എന്നൊക്കെ സഅദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു. അദ്ദേഹം ചോദിച്ചു, വുളു ചെയ്യുന്നതിൽ എന്താണ് ഇസ്രാഫ് ഉണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, വുളു ചെയ്യുന്നതിലും അമിതമായി വെള്ളം ഉപയോഗിക്കൽ ഇസ്രാഫാണ്, ഹറാമാണ്. അതിനി ഒരു ഒഴുകുന്ന നദിയുടെ തീരത്തിരുന്നാണ് നീ വുളു ചെയ്യുന്നതെങ്കിൽ പോലും 3 തവണയിൽ കൂടുതൽ മുഖം കഴുകിയതിന്റെ പേരിൽ, 4മതൊരു തവണ മുഖം കഴുകിയതിന്റെ പേരിൽ, അല്ലെങ്കിൽ അമിതമായി വെള്ളം എടുത്തുപയോഗിച്ചതിന്റെ പേരിൽ അവിടെ ഒരല്പം വെള്ളം പോലും പാഴാകാനില്ലാത്ത വിധം
ഒഴുകുന്ന നദിയിലിരുന്നാണ് വുളു ചെയ്യുന്നതെങ്കിൽ പോലും അമിതമായി വെള്ളം ഉപയോഗിക്കരുത്, അത് ഇസ്റാഫാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. നാം ഇന്ന് ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് വെള്ളം ഉപയോഗിക്കുന്ന രീതി പരിശോധിച്ചാൽ വുളുവിലാണെങ്കിലും മറ്റാവശ്യങ്ങൾക്കാണെങ്കിലും പൈപ്പ് ഉപയോഗിച്ച് ടാപ്പ് വെറുതെ തുറന്നിട്ട് ഒരുപാട് വെള്ളം കളഞ്ഞ് നമുക്ക് ആവശ്യമുള്ളതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി വെള്ളം പാഴാക്കി വുളു ചെയ്യുന്ന ശൈലി നമുക്കിന്ന് സർവ്വസാധാരണമായിരിക്കുകയാണ്. വെള്ളം ഉപയോഗിക്കുന്ന വിഷയത്തിലുള്ള സൂക്ഷ്മത തീരെ കാണാനില്ലാത്ത ഒരു രീതി നമുക്കെല്ലാവർക്കും ഇന്ന് വ്യാപകമായി ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതൊരു പ്രശ്നമാണെന്ന് നാം പലപ്പോഴും തിരിച്ചറിയുന്ന പോലുമില്ല. വെള്ളം ഉപയോഗിക്കുന്ന വിഷയത്തിൽ വുളുവിൽ പോലും ഇത്ര വലിയ കണിശത ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ നാം ഇന്ന് ഈ വിഷയത്തിൽ എത്ര ശ്രദ്ധിക്കുന്നുണ്ട്? സൗജന്യമായി ലഭിക്കുന്ന യാതൊരു ചിലവുമില്ലാത്ത വെള്ളത്തിന്റെ വിഷയത്തിൽ പോലും ഇത്ര വലിയ ശ്രദ്ധ ചെലുത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ നാം ഇന്ന് ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നാം പണം ചിലവഴിക്കേണ്ടതാണ്. എന്നിരിക്കെ വെള്ളത്തിന്റെ വിഷയത്തിൽ എത്രയധികം സൂക്ഷ്മത നാം പുലർത്തേണ്ടതുണ്ട്, ആ വിഷയത്തിലെ അശ്രദ്ധ എത്ര വലിയ അപകടകരമാണ് എന്ന് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. വുളു ചെയ്യുമ്പോൾ അമിതമായി വെള്ളം ഉപയോഗിക്കുന്നത് ആ വുളുവിന്റെ അർത്ഥം നഷ്ടപ്പെടുത്തുകയും അതിനെ തുടർന്നുള്ള നമസ്കാരത്തിൽ ശ്രദ്ധ ലഭിക്കാതെ അശ്രദ്ധമായ നമസ്കാരം ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യും എന്ന് വരെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കുന്ന വിഷയത്തിൽ വലിയ ശ്രദ്ധ വേണം. അനാവശ്യമായി വെള്ളം ഉപയോഗിക്കുന്നത് വലിയൊരു തിന്മയാണ്, വെള്ളം പാഴാക്കി കളയുന്നത് ഹറാമാണ് എന്നത് വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുകയും നമ്മുടെ ജീവിത ശൈലിയിൽ തന്നെ ആ ഒരു മാറ്റം നാം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യണം. ഇതുപോലെ ഏതൊക്കെ കാര്യങ്ങളിലാണെങ്കിലും ഇന്ന് ഏറ്റവും അധികം ആവശ്യം വരുന്ന ഒരു കാര്യമാണ് കരണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങളിൽ പെട്ട ഒരു കാര്യമായി കണക്കാക്കേണ്ട കരണ്ട്. ഇതിന്റെ വിഷയത്തിൽ ഒരുപാട് ഇസ്രാഫ്, അമിത ചെലവ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അത്യാവശ്യത്തിന് വേണ്ടതിനേക്കാൾ ഒരുപാട് കരണ്ട് ഉപയോഗിക്കുന്ന അവസ്ഥ, അനാവശ്യമായി ലൈറ്റുകളും ഫാനുകളും ഓണാക്കിയിടുന്ന അവസ്ഥ, അത് ഏത് സ്ഥാപനങ്ങളിലാണെങ്കിലും നമ്മുടെ വീടുകളിലാണെങ്കിലും ഒക്കെ വളരെ ഗൗരവത്തോടു കൂടി നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതിന്റെ കണക്ക് നോക്കിയാൽ വളരെ കുറഞ്ഞ 1-2 രൂപയുടെ വ്യത്യാസം മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിന്റെ പതിവായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പാദ്യത്തിന്റെ വലിയൊരു ഭാഗം ഇത്തരത്തിൽ അനാവശ്യമായ മേഖലകളിൽ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിന്റെ പേരിൽ നമ്മുടെ ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് വീടുകളിലാണെങ്കിലും മറ്റ് സ്ഥാപനങ്ങളിലാണെങ്കിലും ഒക്കെ കരണ്ടിന്റെ ഉപയോഗത്തിലും നാം വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. ഈ വിഷയത്തിലെല്ലാം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന, മനുഷ്യർക്ക് ആവശ്യമുള്ള ഏത് കാര്യത്തിലും അമിതമായി ചിലവഴിക്കുന്നത് ഇസ്രാഫാണ്, ഹറാമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇതിനേക്കാളെല്ലാം ഉപരി നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വന്നു പോയിട്ടുള്ള വലിയൊരു ഇസ്രാഫാണ് ഭക്ഷണത്തിന്റെ വിഷയത്തിലുള്ളത്. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, വിശപ്പ് മാറാനായി ഭക്ഷണം കഴിക്കുക എന്നൊരു ശൈലിയിൽ നിന്നൊക്കെ ഒരുപാട് ദൂരേക്ക് പോയി ആവശ്യത്തിനും അനാവശ്യത്തിനും ഭക്ഷണം കഴിക്കുകയും അതിനെ പിന്നെ അലങ്കാരമാക്കുകയും ആഘോഷമാക്കുകയും ഒക്കെ ചെയ്യുന്ന ശൈലി, അത് മുസ്ലിമീങ്ങൾ പോലും വളരെ നിസ്സാരമായി കാണുകയും അതിനെയൊക്കെ മാതൃകാപരമായി അല്ലെങ്കിൽ വലിയ ആഘോഷമായി മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ വളരെ അപകടകരമാണ്. ഭക്ഷണം എന്നത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ ഭൂമിയിൽ മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വത്താണ്. അതിന്റെ വിഷയത്തിലുള്ള ഇസ്രാഫ് ഏറ്റവും വലിയ ഹറാമാണ്. ഒരു മനുഷ്യൻ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഇസ്രാഫ് കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റൊരാൾ അതിന്റെ പേരിൽ പട്ടിണി കിടക്കുകയാണ്, ഭക്ഷണത്തിന് ആവശ്യമുള്ള ഒരു മനുഷ്യൻ അത് ലഭിക്കാതെ പോവുകയാണ് എന്നത് വലിയൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ നാം ഒരു തരി ഭക്ഷണം പാഴാക്കുന്നെങ്കിൽ, അമിതമായി ചെലവാക്കുന്നെങ്കിൽ
അത് അള്ളാഹുവിന്റെ മുന്നിൽ തീർച്ചയായും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ അടുക്കൽ അത് വലിയ തെറ്റായി രേഖപ്പെടുത്തും. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും ഇസ്രാഫ് ഉണ്ടാകാതെ, അമിതമായ ചെലവുണ്ടാകാതെ നാം ശ്രദ്ധിക്കണം. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുകയും ആവശ്യത്തിന് മാത്രം ഭക്ഷണം വാങ്ങുകയും ചെയ്യുന്ന ശീലം നാം ഉണ്ടാക്കിയെടുക്കണം. പ്രത്യേകിച്ച് ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആവശ്യത്തിലധികം വാങ്ങൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക കണക്കിൽ വാങ്ങൽ നമ്മുടെയൊക്കെ അഭിമാന പ്രശ്നം പോലെ നാം കണ്ടിരിക്കുകയാണ്. നമ്മുടെ അധ്വാനത്തിലൂടെ നാം നേടിയെടുത്ത പണം അനാവശ്യമായി ചെലവഴിക്കുന്നു. മറുഭാഗത്ത് ഒരുപാട് ആളുകളുടെ അധ്വാനത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിയ ഭക്ഷണം, അതിനെ നാം പാഴാക്കുന്നു. എന്നിട്ട് ഇതിനെയെല്ലാം നമ്മുടെ ഒരു അഭിമാനത്തിന്റെ ഭാഗമായി കണ്ടുകൊണ്ട് അതിനെയൊക്കെ വെറുതെ പാഴാക്കി കളയുന്ന അവസ്ഥ വളരെ നിസ്സാരമായി നാം കണക്കാക്കുകയാണ്. പ്രത്യേകിച്ച് കൂടുതൽ പണം കൊടുക്കേണ്ടി വരാത്ത കാര്യമാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഭക്ഷണം വേസ്റ്റാക്കി കളയുന്നത്, പാഴാക്കി കളയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന തെറ്റുകളാണ്. നമ്മുടെ ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന വലിയ അബദ്ധങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നാം വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കണം. ഇതിനേക്കാളെല്ലാം വളരെ ഗൗരവത്തോടുകൂടി നാം ശ്രദ്ധിക്കേണ്ട ഒരു ഇസ്രാഫാണ് സമയത്തിന്റെ വിഷയത്തിലുള്ളത്. സമയം പാഴാക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ മനുഷ്യന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം സമയമാണ്. മറ്റ് എല്ലാ അനുഗ്രഹങ്ങളെക്കാളും ഏറ്റവും വിലപ്പെട്ടതും വിലമതിക്കാനാവാത്ത, ഒരിക്കലും നഷ്ടപ്പെട്ടാൽ തിരിച്ചു ലഭിക്കാത്ത അനുഗ്രഹമാണ് സമയം എന്നുള്ളത്. ഈ സമയം പാഴാക്കുക എന്നുള്ളതും യഥാർത്ഥത്തിൽ ഇസ്രാഫാണ്. ഒരു മനുഷ്യൻ അവന്റെ സമയം എന്ത് കാര്യത്തിലായി ചിലവഴിക്കുന്നു, എൻ്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ഞാൻ എന്തിനു വേണ്ടി ചിലവഴിക്കുന്നു, ഞാൻ സമയം ചിലവഴിക്കുന്ന ഈ കാര്യം എനിക്ക് ദുനിയാവിലോ ആഖിറത്തിലോ പ്രയോജനമുള്ളതാണോ എന്ന് നമ്മുടെ ജീവിതത്തിലെ ഓരോ സമയത്തെക്കുറിച്ചും വിലയിരുത്തി സമയം ചിലവഴിക്കാൻ തുടങ്ങിയാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയം നാം പാഴാക്കി കളയുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ വെറുതെ സമയം നഷ്ടപ്പെടുത്തുക എന്നത് മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്ത മേഖലകളെ ബാധിക്കുന്ന വിധത്തിൽ നമ്മുടെ കഴിവും യോഗ്യതയും ബുദ്ധിയും നാം സമ്പാദിച്ച പണവും ഒക്കെ ഇതിന്റെ പേരിൽ പാഴായി പോകുന്നുണ്ട് എന്നത് നാം തിരിച്ചറിയുന്നില്ല. ഇന്ന് ലോകം ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് എന്റർടൈൻമെന്റിന് വേണ്ടിയാണ്. എന്റർടൈൻമെന്റ് എന്നതിന്റെ ഉദ്ദേശം തന്നെ സമയം പാഴാക്കുക എന്നതാണ്. അതായത് ദുനിയാവിൽ പോലും യാതൊരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങളിലായി സമയം ചിലവഴിക്കുക എന്നതാണ് എന്റർടൈൻമെന്റിന്റെ ഉദ്ദേശം. അതിനുവേണ്ടി മാത്രം നാം എത്രയധികം സമയം പാഴാക്കുന്നു എന്നത് വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ഒക്കെ വ്യാപകമായതോടുകൂടി ഈ ഒരു കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ലാതായി എന്നത് മാത്രമല്ല, നമ്മുടെ സമയത്തോടൊപ്പം നമ്മുടെ പണവും നമ്മുടെ വിലപ്പെട്ട മറ്റ് പലതും നാം വെറുതെ പാഴാക്കി കളയുന്ന, നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സംസ്കാരമാണ് യഥാർത്ഥത്തിൽ ഈ എന്റർടൈൻമെന്റുകളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് സമയം പാഴാക്കുക എന്നത് ഏറ്റവും വലിയ ഹറാമാണ്, ഏറ്റവും വലിയ ഇസ്രാഫാണ്. വളരെ ഗൗരവത്തോടു കൂടി നാം പരിശോധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ ഒരു ചിട്ട കൊണ്ടുവരികയും ചെയ്യേണ്ട കാര്യമാണ്. ഏതൊരു വിഷയത്തിലും നാം ഇസ്രാഫിനെ അവഗണിക്കുമ്പോൾ, ഇസ്രാഫിലേക്ക് പോകുമ്പോൾ, അമിതമായി ചെലവഴിക്കുമ്പോൾ ആ മേഖലയിലെ ബറക്കത്ത് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയാണ്. ഒരു മനുഷ്യൻ സമയത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധയില്ലാത്തവനായാൽ അവന്റെ സമയത്തിന്റെ വിഷയത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടുകയാണ്. ഒരു മേഖലയിൽ സമയം പാഴാക്കുന്നതിന് ഗൗരവം കൊടുക്കാതിരുന്നാൽ മറ്റു മാർഗങ്ങളിൽ നാം ആവശ്യ കാര്യങ്ങളിൽ ചെലവഴിക്കുന്ന സമയത്തിന് നമുക്ക് യഥാർത്ഥത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടുകയാണ്. മുൻഗാമികളായ മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും വലിയ അത്ഭുതം അവർക്ക് സമയത്തിൽ ലഭിച്ചിരുന്ന ബറക്കത്താണ്. മഹാനായ ഇമാം നവവി റഹ്മഹുല്ലാ ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രഗത്ഭനായ ഇമാമാണ്. അദ്ദേഹം വെറും 40 വയസ്സ് വരെ ജീവിച്ച മനുഷ്യനാണ്. ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് എഴുതിയ ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടത്തിയ പഠനങ്ങൾക്കെല്ലാം ശേഷം അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ഗ്രന്ഥങ്ങൾ വായിച്ചു തീർക്കണമെങ്കിൽ മാത്രം ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവൻ വേണ്ടിവരും എന്നതാണ് കണക്കുകൾ. അത്രയധികം ഗ്രന്ഥങ്ങൾ എഴുതാൻ
അവർക്ക് സമയം ലഭിച്ചെങ്കിൽ, ഈ രീതിയിൽ ഓരോ മഹത്തുക്കളുടെയും ജീവിതം പരിശോധിച്ചാൽ അവർക്കൊക്കെ സമയത്തിൽ ലഭിച്ച ബറക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം അവർ സമയത്തെ വിലമതിച്ചിരുന്നു, അനാവശ്യ കാര്യങ്ങളിൽ ചിലവഴിച്ചില്ല എന്നുള്ളതാണ്. നമുക്കിന്ന് സമയത്തിൽ ബറക്കത്തില്ലാത്തത്, ഒരു കാര്യത്തിനും സമയം തികയാത്തത്, അല്ലെങ്കിൽ നമ്മുടെ സമയങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോകുന്നത് മറ്റ് പല മേഖലകളിലും നമ്മുടെ സമയങ്ങൾ പാഴാക്കുന്നു എന്നതിന്റെ പേരിലാണ്. ഏതൊരു കാര്യത്തിലും നാം ഇസ്രാഫിലേക്ക് പോകുമ്പോൾ ബറക്കത്ത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ വിവാഹങ്ങൾ ഏറ്റവും വലിയ ഇസ്രാഫിന്റെ വേദികളാണ്. അനാവശ്യ ചെലവ്, ധൂർത്തിന്റെ ഏറ്റവും വലിയ വേദികൾ നമ്മുടെ വിവാഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ വൈവാഹിക ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇന്ന അഅ്ളമൻ നികാഹി ബറകതൻ ഐസറുഹു മുഗ്ന. ഏറ്റവും ബറക്കത്തുള്ള നിക്കാഹ്, ഏറ്റവും ബറക്കത്തുള്ള നിക്കാഹ് അത് ഏറ്റവും ചെലവ് കുറഞ്ഞിട്ടുള്ള നിക്കാഹാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു നിക്കാഹിൽ എത്രയധികം ചെലവ് കുറയ്ക്കാൻ സാധിക്കുന്നോ അത്രയധികം ആ ദമ്പതികളുടെ ജീവിതത്തിൽ ബറക്കത്ത്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഐശ്വര്യം ഉണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതിന്ന് നമുക്ക് കണ്ടനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ വിവാഹങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്കിടയിലെ വിവാഹങ്ങൾ വളരെ വലിയ ആർഭാടവും ധൂർത്തും നിറഞ്ഞതായി, അതുകൊണ്ട് തന്നെ വൈവാഹിക ജീവിതങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഐശ്വര്യമില്ലാത്ത, ബറക്കത്തില്ലാത്ത ജീവിതമായി, ഒരുപാട് വിവാഹമോചനങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് ഏറ്റവും അധികം വ്യാപകമായി. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നാം ഇന്ന് വിവാഹങ്ങളിലുള്ള ആർഭാടമാണ്, ധൂർത്താണ്, ആ മേഖലയിലുള്ള ഇസ്രാഫാണ്. അതിലൂടെ അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ബറക്കത്തും നമുക്ക് നഷ്ടപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫ്, അമിതമായി ചെലവഴിക്കുന്ന, ധൂർത്തടിക്കുന്നവരെ കുറിച്ച് പറഞ്ഞത് ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. തബ്ദീർ, അമിതവ്യയം ചെയ്യുന്നവർ, ധൂർത്തടിക്കുന്നവർ ശൈത്താന്റെ സഹോദരങ്ങളാണ്, ശൈത്താന്റെ കൂട്ടുകാരാണ് എന്നാണ് അല്ലാഹു തആല പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ശൈത്താൻ ഏറ്റവും അധികം ഇന്ന് വിജയിച്ചിട്ടുള്ളതും മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ധൂർത്തുകൾ വ്യാപകമാക്കുന്ന വിഷയത്തിലാണ്. അതിലൂടെയാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായവും ബർക്കത്തും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ സമ്പാദ്യ മാർഗങ്ങളിൽ, എല്ലാ മേഖലകളിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി നാം തിരിച്ചറിയുകയും നമ്മുടെ ജീവിത ശൈലിയിൽ തന്നെ നാം മാറ്റം വരുത്തുകയും ചെയ്യേണ്ട വലിയൊരു തിന്മയാണ് ഇസ്രാഫ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ മാറ്റം വരുത്തുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആത്മാർത്ഥ